ഹസ്ബൻഡിൻ്റെ പിറന്നാൾ തലേന്ന് ഒരു 12 മണിയായപ്പോൾ എനിക്ക് മനസ്സും ശരീരവും അസ്വസ്ഥമാകുന്നു. എൻ്റെ മനസ്സ് പറയുന്നുണ്ട് ഈ ഭവനത്തിൽ ആരോ വന്നു എന്ന്. പക്ഷേ ആരെയും കാണാനില്ല. എനിക്ക് ഉറക്കമില്ല. എൻ്റെ മക്കൾ തറവാട്ടിലാണ്, ഹസ്ബൻഡിൻ്റെ തറവാട്ടിലാണ്. ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. അപ്പം ഞാനിങ്ങനെ 12 മണിയായപ്പോൾ എൻ്റെ ബെഡിൽ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഈ എൻ്റെ പുറകിൽ നിൽക്കുന്ന എൻ്റെ അമ്മ ഞങ്ങളുടെ ബെഡ്റൂമിൻ്റെ അടുത്ത് വന്ന് നിന്നു. അത്ര എനിക്കറിയാം. അത് കഴിഞ്ഞ് ഞാൻ കിടന്നു ഉറങ്ങി. ഞാൻ ഹസ്ബൻഡ് ജോലിക്ക് പോയി രാവിലെ. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ 5:30 എന്നെ വിളിക്കണം. കാരണം ഫോൺ എനിക്ക് അന്നില്ലായിരുന്നു. എൻ്റെ ക്ലോക്കിൻ്റെ സമയം നോക്കി വേണം ഞാൻ എഴുന്നേൽക്കാൻ. അമ്മയോട് ഞാൻ പറഞ്ഞു 5:30 എന്നെ വിളിക്കണം, പ്രാർത്ഥിക്കേണ്ടതാണ് എനിക്ക്. ഞാൻ കിടന്നു. ഒരു 5-10 മിനിറ്റ് ഉള്ളപ്പോൾ എടി ചിപ്പിയെ എന്ന് എൻ്റെ മമ്മി വിളിക്കുന്നത് പോലൊരു ശബ്ദം. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ്, ഉറക്കച്ചടയിലാണ്. പെട്ടെന്ന് എഴുന്നേറ്റ് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ മമ്മിയാണോ? അല്ല, മമ്മി ഇല്ല ഇവിടെ. എൻ്റെ നാട് എരുമേലിയാണ്. അപ്പം മമ്മിയല്ല. അപ്പം ഞാൻ അമ്മ എൻ്റെ മമ്മിയുടെ ശബ്ദത്തിൽ വന്നു. അത് നോക്കുമ്പോൾ സമയം 5:30 ആകാൻ 10 മിനിറ്റ്. ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനായിട്ട് തിരി തെളിച്ചപ്പോൾ എന്നോട് അമ്മ പറയുക, വാതിൽ തുറക്കെന്ന് പറയുന്നുണ്ട്. ഞാൻ വാതിൽ തുറന്നപ്പോൾ ഭയങ്കര മുല്ലപ്പൂവിൻ്റെ മണം. എൻ്റെ വീട്ടിൽ ഒരു ചെടി പോലും ഇല്ലാത്തതാണ്. മുല്ലപ്പൂവിൻ്റെ ചെടി ഉണ്ടെങ്കിലും വിരിയുന്നില്ല, പൂവൊന്നുമില്ല. പക്ഷേ മുല്ലപ്പൂവിൻ്റെ മണമാണ്. ഞാൻ ആ തിണ്ണയെല്ലാം നോക്കി, പക്ഷെ ആ മുല്ലപ്പൂ ഇല്ല. പിന്നെ എവിടുന്നാണ് ഈ മണം? അപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഓടി വന്നത് ജോസഫ് അച്ഛൻ പറയുന്നത്, മുല്ലപ്പൂവിൻ്റെ മണം അമ്മ വരുമ്പോൾ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം ലഭിക്കുമെന്ന്. ഞാൻ പെട്ടെന്ന് ഓടിച്ചെന്ന് അമ്മയുടെ അടുത്ത് ചെന്ന്, അമ്മ വന്നോ എൻ്റെ വീട്ടിൽ എന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. ആ സുഗന്ധം അന്നേരം പോയി. പിന്നെ ഞാൻ പ്രാർത്ഥന തുടങ്ങി. എൻ്റെ ഹസ്ബൻഡിന് ആദ്യം ചെറിയൊരു ജോലിയായിരുന്നു. അതേപ്പം ഹസ്ബൻഡ് പാൽ ഫീൽഡിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് 18-ാം വയസ്സ് തൊട്ട്. എൻ്റെ ഹസ്ബൻഡിന് പാൽ ഫീൽഡാണ് എളുപ്പം, ഇഷ്ടം അത് തന്നെയാണ്. അപ്പം ഞാൻ ആദ്യം ഉടമ്പടി വെച്ചപ്പോൾ ആദ്യം പ്രാർത്ഥിച്ചത്, അമ്മേ ആ ഫീൽഡിൽ എൻ്റെ ഹസ്ബൻഡിനൊരു ജോലി തരണേ എന്നാണ്. ഞാൻ പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരൻ വിളിച്ച് ഒരു പാൽ ഫീൽഡിലെ ഡ്രൈവറായിട്ട് ജോലി കൊടുത്തു. അമ്മ തന്ന ആദ്യത്തെ അനുഗ്രഹം അതാണ്.